മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്നതാണ് ചർച്ചയ്ക്കൊടുവിലെ തീരുമാനം. പോസിറ്റീവാണെന്ന് കുഞ്ഞാലിക്കുട്ടിയും നേതൃചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞൊഴിഞ്ഞപ്പോൾ രാജ്യസഭാ സീറ്റാണ് വാഗ്ദാനമെന്ന് KPCC അധ്യക്ഷൻ തുറന്നു പറഞ്ഞു. ലീഗ് തീരുമാനം ചൊവ്വാഴ്ച അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ആ തീരുമാനം പാണക്കാട് നിന്നാകണം. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞും ലീഗിന്റെ മഹത്വം പറഞ്ഞും CPM ഇപ്പുറത്തുണ്ടെങ്കിലും അത് മുന്നണിയിലേക്കുള്ള തുറന്ന ക്ഷണമല്ല. CPM ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ ലീഗ് വോട്ടുകളെ മാത്രമെന്ന് തിരിച്ചറിയുന്നവർ നേതൃത്വത്തിലുണ്ട്. സീറ്റ് കിട്ടേണ്ടതാണെന്നും അത് അവകാശമാണെന്നും നല്ല ധാരണയുണ്ടെങ്കിലും പിന്നാക്കം പോവുകയാണ് ലീഗ്. തൽക്കാലം ലീഗ് കീഴടങ്ങിയോ? മൂന്നാം സീറ്റ് വെച്ചൊഴിഞ്ഞോ? രാജ്യസഭാ സീറ്റിൽ സമവായമോ? CPMന്റെ ലക്ഷ്യം ലീഗ് വോട്ടോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ലീഗ് നിരീക്ഷകൻ ശ്രീ ഇക്ബാൽ വാവോഡ്, CPMൽ നിന്ന് ശ്രീ ജെക്സി തോമസ്. ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. ശ്രീ ഇക്ബാൽ വാവോഡ്, ഇന്നലെയും ഇന്നും ET മുഹമ്മദ് ബഷീർ, അതായത് ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഞങ്ങൾക്കിതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല, ഞങ്ങളുടെ റാങ്ക് ആൻഡ് ഫയലുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു പ്രധാനപ്പെട്ട നിലപാടാണ്, പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. PMS എല്ലാം പറഞ്ഞത് ഞങ്ങൾക്കിത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇന്നലെ ചർച്ചയിൽ അങ്ങ് തന്നെ നമ്മളോടൊപ്പം ഇരിക്കുമ്പോൾ അങ്ങ് തന്നെ പറഞ്ഞത് എത്ര കാലമായി ലീഗ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും കോൺഗ്രസ് അതിനോട് ചേർന്ന് നിൽക്കാതെ പോവുകയും ചെയ്യുന്നു എന്നൊക്കെയാണ്. ഇന്ന് പക്ഷേ ഒരു പോസിറ്റീവ് ചർച്ചയുണ്ടായി എന്ന് ലീഗും കോൺഗ്രസും പറയുന്നു. പക്ഷേ അത് രാജ്യസഭാ സീറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്ന് KPCC അധ്യക്ഷൻ തന്നെ തുറന്നു പറയുന്നു. ലീഗ് കീഴടങ്ങിയോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തോ മൂന്നാം സീറ്റിൽ? 2019 3 സീറ്റ് വേണമെന്നൊരു ചർച്ച ലീഗ് കൊണ്ടുവന്നിരുന്നല്ലോ. 2019 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അന്ന് രാഹുൽ ഗാന്ധി വയനാട് വരികയും അതുപോലെ പിന്നെ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലീഗ് അതിൽ വിട്ടുവീഴ്ച ചെയ്തതാണ്. അപ്പോൾ കണക്കുകൾ പ്രകാരം മലബാറിലെ 8 സീറ്റുകളിൽ 4 സീറ്റുകളെങ്കിലും ലോക്സഭാ സീറ്റുകളെങ്കിലും ലീഗിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുകയും എന്നിട്ട് അത്തരമൊരു ചർച്ച വരുമ്പോൾ രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകുന്നത് ഒരിക്കലും മുസ്ലിം ലീഗ് അണികൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു നിലപാടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ലോക്സഭാ സീറ്റ് കിട്ടുന്നതും രാജ്യസഭാ സീറ്റ് കിട്ടുന്നതും രണ്ട് തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്നാമതായി രാജ്യസഭാ സീറ്റ് മുമ്പ് 2 ലീഗിന് അർഹതയുണ്ടായിരുന്നു. പക്ഷേ AK ആൻ്റണിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ലീഗിന് കൊടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ നിലവിൽ തന്നെ ലീഗിന് 2 രാജ്യസഭാ സീറ്റിന് അർഹതയുണ്ട്. അപ്പോൾ ആ രാജ്യസഭാ സീറ്റ് തന്നെ വീണ്ടും തരുമെന്ന് പറയുമ്പോൾ ലീഗിന് അവകാശപ്പെട്ട ലോക്സഭാ സീറ്റുകളുടെ കാര്യം എവിടെയാണ് പിന്നെ ചർച്ചയാവുന്നത്? കാരണം 2019 മൂന്നാം സീറ്റിൻ്റെ ചർച്ച വന്നപ്പോൾ തന്നെ തന്നെ പറഞ്ഞിരുന്നു അടുത്ത ഇലക്ഷൻ അടുത്ത രാജ്യസഭ ഒഴിവ് വരുന്ന സമയത്ത് അത് ലീഗിന് കൊടുക്കാം. പക്ഷേ 2021 ഒഴിവ് വന്ന സമയത്ത് അത് ലീഗിൻ്റെ രാജ്യസഭാ സീറ്റായിരുന്നു. UDFന് മറ്റൊരാളെ വിജയിപ്പിക്കാനുള്ള കോറം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതേ ആവശ്യം ഇപ്പോഴും വീണ്ടും നിലനിൽക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ 2ാം രാജ്യസഭാ സീറ്റ് എന്നത് ലോക്സഭാ സീറ്റിന് തുല്യമായ ഒരു ആവശ്യമായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ഇങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സമവായത്തിലേക്ക് ചെല്ലേണ്ടി വരുന്നു എന്ന് തന്നെ കരുതുക. അതിൽ പല കാര്യങ്ങളുണ്ട് കേട്ടോ, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും അല്ല, പല കാര്യങ്ങളുണ്ട്. നമുക്ക് ചർച്ചയുടെ തുടർച്ചയിൽ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ലീഗിന്റെ അണികൾക്ക് സ്വീകാര്യമായൊരു തീരുമാനമായിരിക്കുമോ? തീർച്ചയായും ലീഗിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അഥവാ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ലീഗ് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അഥവാ നിയമസഭയിലും ലോക്സഭയിലും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയും ലീഗിൻ്റെ സ്വാധീനം എല്ലാ മണ്ഡലങ്ങളിലും തെളിയിക്കുകയും ചെയ്യണമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് മുഴുവൻ അണികളും തൃപ്തിപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ UDFൻ്റെ കെട്ടുറപ്പിൻ്റെ ഭാഗമായി അതുപോലെ ലീഗ് അണികൾ കാലാകാലങ്ങളായി തുടർന്നു വന്നിട്ടുള്ള ഒരു നേതൃത്വത്തോടുള്ള ഒരു പിന്തുടരൽ സ്വഭാവമുണ്ട്. അതായത് നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ടാണ് ലീഗ് അണികൾ കൂടുതലും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിഭാഗം അണികൾ തീർച്ചയായും അത്തരമൊരു തീരുമാനമുണ്ടായാലും തൃപ്തിപ്പെടും. പക്ഷേ സ്വാഭാവികമായും ലീഗിനുള്ളിൽ അതൃപ്തിയുണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാർക്കിടയിലും അണികൾക്കിടയിലുമൊക്കെ കോൺഗ്രസ് മൂന്നാമതൊരു സീറ്റ് എന്ന ആവശ്യത്തെ 3 MP എന്നൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ചർച്ച കൊണ്ടുപോവുകയും രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താമെന്ന രീതിയിലേക്ക് കാര്യങ്ങളും എത്തിക്കുകയും ചെയ്തതിൽ സ്വാഭാവികമായും അതൃപ്തി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് തന്നെ ഇന്നലെയും CPMന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങളൊക്കെ അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. കോൺഗ്രസും അത് വിലയിരുത്തിയിട്ടുമുണ്ടാകും. ഇന്നിപ്പോൾ ലീഗിനെ വട്ടം ചുറ്റിക്കുകയാണ് കോൺഗ്രസ്.
ലീഗിന്റെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് തുടർച്ചയായി ജയിക്കുന്നത്. ഇന്നലെ ചർച്ചയിൽ വന്ന പ്രതിനിധി പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം പോലും കേരളത്തിലില്ല കോൺഗ്രസിന്. ലീഗാണ് കോൺഗ്രസിന്റെ ശക്തി. എന്നിട്ട് വലിയ തോതിൽ വിശേഷണങ്ങൾ നൽകി അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ. യഥാർത്ഥത്തിൽ CPM ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നാണ് കോൺഗ്രസ് കരുതുന്നത്? CPM എന്ത് ലക്ഷ്യം വെച്ചാലും അത് പ്രായോഗികമായി നടപ്പിലാകാൻ പോകുന്നില്ല എന്ന് ലീഗിൻ്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് ബോധ്യപ്പെടും. ലീഗ് വളരെ സ്പെസിഫിക്കായി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ UDFിനോടൊപ്പം നിൽക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്, നൂറുകണക്കിന് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. എന്നാൽ LDFിനോടൊപ്പം ചേരുന്നതിന് ഒരു കാരണം പോലും ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് ലീഗ് നേതൃത്വം പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില വൈമി കാമുകന്മാർ അല്ലെങ്കിൽ ചില കോളേജ് കുമാരിമാരോട് പുറകെ നടക്കുന്ന ചില പൂവാലന്മാരെ പോലെ ഒന്നിന് പുറകെ ഒന്നായി ലീഗിന് പുറകെ ഇങ്ങനെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇവിടെ ലീഗിനെ സൂചിപ്പിക്കുന്നവർ അവരുടെ മുന്നണിയിലെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് UDFിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. തിരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പായാലും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നു. മുന്നണി അതുപോലെ തന്നെ വ്യക്തിപരമായി പാർട്ടികളും ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നു. അതിൽ വിവിധ വാദഗതികൾ വന്നിട്ടുണ്ട്. ആ വാദഗതികളെ സംബന്ധിച്ച് ഇന്ന് അന്തിമമായൊരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഫോർമുലകൾ രണ്ട് പാർട്ടിയിലും, കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ നേരത്തെ തന്നെ നമുക്കറിയാം, നമ്മൾ കേരള കോൺഗ്രസിന് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് കൊടുത്തു. ആ സീറ്റ് കൊടുക്കുമ്പോഴും ഞങ്ങൾ ദേശീയ നേതൃത്വവുമായിട്ട് ആലോചിക്കുകയും അവരുടെ അനുമതി വാങ്ങുകയും ഒക്കെ വേണം. അതിനുശേഷമാണ് അത് ഡിക്ലെയർ ചെയ്തത്. അതുപോലെ തന്നെ കൊല്ലത്ത് RSPക്ക് സീറ്റ് കൊടുത്തപ്പോഴും അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടത്തേണ്ടതുണ്ട്. ആ ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമാണ് കൊടുത്തുള്ളത്. ഇപ്പോൾ ഈ വിഷയത്തിലും ഇന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഫോർമുല ഉൾപ്പെടെ ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങൾക്ക് തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്ഥലത്തില്ല. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയുമായി കൂടിയാലോചന നടത്തി പാർട്ടിയിലെ ഈ അഭിപ്രായങ്ങൾ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തണം. സ്വാഭാവികമായി അത് മറ്റന്നാൾ ഉണ്ടാകും. ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ പരസ്പരം ഒരു ഏകദേശ ഫോർമുല രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രണ്ട് പാർട്ടികളിലും ഔദ്യോഗികമായി ചർച്ച ചെയ്ത് ആ പാർട്ടികളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജനാധിപത്യപരമായി അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് ഏതായാലും ചൊവ്വാഴ്ച കൂടി അതിന് തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് 27-ാം തീയതി മുതൽ കടക്കുകയാണെന്നും ഇലക്ഷൻ കമ്മിറ്റി കൂടുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ക്രീനിങ് കമ്മിറ്റി കൂടുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ധാരണയായിട്ടുണ്ട്. പക്ഷേ ആ ധാരണകൾ രണ്ട് പാർട്ടിയിലും ഒരിക്കൽ കൂടി ചർച്ച ചെയ്ത് 27-ാം തീയതി ലീഗിന്റെ തീരുമാനം പുറത്തു വന്നാൽ പിന്നീട് കോൺഗ്രസിന്റെ UDFിന്റെ മൊത്തം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പറ്റി ഒരു തീരുമാനത്തിലേക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഈ ലീഗിന്റെ തീരുമാനം തന്നെയാണ്. സ്വാഭാവികമല്ല. ഒരു മുന്നണിയാകുമ്പോൾ ആ മുന്നണിയിലെ ഘടകകക്ഷികൾ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി, രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ ലീഗ്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് അവർ തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തി അതിൽ തീരുമാനം ഉണ്ടായിട്ട് വേണ്ടി അവരവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. കോൺഗ്രസ് ഈ ചർച്ചയിലുടനീളം, അതായത് ഈ സീറ്റ് വിഭജന ചർച്ചയിലുടനീളം മൂന്നാം സീറ്റ് ഇല്ല എന്നൊരു നിലപാട് തന്നെയാണോ സ്വീകരിച്ചത്? ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ. താങ്കൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കല്ലേ? CPMൻ്റെ പ്രതിനിധികൾ വന്നിരുന്നിട്ട് പിന്നെ ലീഗിന് അർഹമായത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞതിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ചോദ്യം ഇപ്പോഴും ഏറെ നിൽക്കല്ലേ? ഞാനൊന്ന് തീർത്തോട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കൂ, ഇവിടെ LDFിൻ്റെ അവസ്ഥ എന്താണ്? LDF നമ്മളത് പറയണമല്ലോ. നമ്മൾ കോൺഗ്രസിനെയും ലീഗിനെയും ഇങ്ങനെ വിമർശിക്കുവാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചകളെ സംബന്ധിച്ച് കൂടുതൽ ഇടപെടാനും അവിടെ നിന്നുകൊണ്ട് ആരാ സംസാരിക്കുന്നത്? EP ജയരാജനെ പോലുള്ളവരാണ്. നടക്കട്ടെ. ഏതായാലും അവർ ചർച്ച ചെയ്യുമ്പോൾ LDFിൽ എന്ത് ചർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്? LDF കൂടി പറയുന്നു, ഞങ്ങൾ പിന്നെ 4 സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കുന്നു, 4 സീറ്റ് CPIക്ക് കൊടുക്കുന്നു, 1 സീറ്റ് കേരള കോൺഗ്രസിന് കൊടുക്കുന്നു, ബാക്കി ഞങ്ങൾ മത്സരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള തിരിഞ്ഞു പോകാം. ആദ്യമായിട്ടല്ലേ കോൺഗ്രസ് കേരളത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ജനതാദൾ, ഇപ്പോഴത്തെ RJDക്ക് സീറ്റില്ലാതെ പോകുന്നത്? അവർ പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ മത്സരിക്കാതെ പോകുന്നത്, ഞങ്ങൾക്കൊരു സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ LDF തയ്യാറായോ? അത് പരസ്യമായി പറഞ്ഞില്ലേ ജോർജ് വർഗീസ്? അതിനെ സംബന്ധിച്ച് വർഗീസ് ജോർജ് സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയേട്ടോ അല്ലെ CPMൻ്റെ അഭിപ്രായവും പരസ്യമായി പറയുന്നത് നമ്മൾ കേട്ടോ? ഇല്ലല്ലോ. അവിടെ എന്ത് ജനാധിപത്യമുള്ളത്? മാത്രമല്ല നോക്കൂ, ജനതാ അത്തരത്തിൽ RJD അത്തരത്തിൽ അവകാശം ഉന്നയിച്ചു. അവർ അവരുടെ പിന്നെ ബോർഡ് കോർപ്പറേഷനുകളിലെ ചെയർമാൻ സ്ഥാനവും മെമ്പർ സ്ഥാനവും ഒക്കെ അവർ ഉപേക്ഷിക്കുകയാണെന്ന് വരെ പരസ്യമായി പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി. ബോർഡ് കോർപ്പറേഷൻ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ അതിനെക്കുറിച്ച് LDF കൺവീനർ ചർച്ച ചെയ്തതല്ലാതെ അവർ ആത്യന്തികമായി ഉന്നയിച്ച അടിസ്ഥാനപരമായ പ്രശ്നത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, പലപ്പോഴും അവരുടെ മുന്നണിയിൽ നിന്നുള്ള പാർട്ടികൾ വിട്ടുപോയിട്ടുള്ളത് ഇത്തരത്തിലുള്ള സീറ്റ് ഏകപക്ഷീയമായി ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടല്ലേ? ആദ്യം RSPക്ക് ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റ് എടുത്തു, പിന്നീട് അവർക്കുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്തു. അതിനുശേഷം
അതിനുശേഷം വന്ന രാജ്യസഭ സീറ്റ് ലോക്സഭ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാത്തതുകൊണ്ടല്ലേ അവർ മുന്നണി വിട്ടുപോയത്. ഇതേ RJD തന്നെ ഇതിൻ്റെ പൂർവ്വരൂപം ജനതാദൾ. ആ ജനതാദൾ LDF വിട്ട് UDF-ലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കാത്തതിന്റെ പേരിലല്ലേ ഇപ്പോഴും അവരെ നോക്കുകുത്തിയാക്കി നിർത്തിയിരിക്കല്ലേ. ഒരു മിനിറ്റ്, താങ്കൾ ചോദിച്ച LDF എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കെതിരായ വാദഗതികൾ പറയുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ ഞാൻ പറയണ്ടേ? ഒന്നുകൂടെ പറഞ്ഞ അവസാനം ഒറ്റ കാര്യം കൂടി. അവരുടെ കൂട്ടത്തിലാണല്ലോ JDS-ന് അവർ സീറ്റ് കൊടുക്കുമോ? JDS ഇപ്പോൾ എവിടെയാണ്? JDS-ന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആരാണ്? JDS-ന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴും ദേവഗൗഡയാണ്. ദേവഗൗഡ BJP-യുടെ ഭാഗമാണ്. അപ്പോൾ BJP-യുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയുടെ മന്ത്രി CPM-ന്റെ മന്ത്രിസഭയിൽ LDF മന്ത്രിസഭയിൽ ഇരിക്കെ ആ പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ? ആ പാർട്ടി ആർക്ക് വേണ്ടി വോട്ട് പിടിക്കും? ആ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ സംസ്ഥാനത്ത് വന്നാൽ ആർക്ക് വേണ്ടി വോട്ട് പിടിക്കും? ഇവിടുത്തെ ആ പാർട്ടിയുടെ കൊടി ഇപ്പോൾ ഈ സംസ്ഥാനത്ത് മന്ത്രിസഭയിലുള്ള കൃഷ്ണൻകുട്ടിയുടെയും അതുപോലെ തന്നെ MLA ആയിട്ടുള്ള മാത്യു ടി തോമസിന്റെയും പാർട്ടിയുടെ കൊടി അത് NDA-യോടൊപ്പം കിട്ടുമോ LDF-നോടൊപ്പം കിട്ടുമോ? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആദ്യം മറുപടി പറയുന്നത്. അതിനെക്കുറിച്ച് ക്ലാരിറ്റി വേണം. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് പറയാനുള്ള ആർജവം പോലും ഇല്ലാത്ത CPM. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വേണമെന്ന് ഞാൻ പറയുന്നത് ദേശീയ തല ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴും ദേവഗൗഡ തന്നെയാണല്ലോ. അവർ അത് നിഷേധിക്കുന്നല്ലോ. ആ ദേവഗൗഡ ഇപ്പോൾ എവിടെയാണ്? BJP-യോടൊപ്പമാണ്. ആ പാർട്ടി സംസ്ഥാനത്ത് ആരോടൊപ്പമാണ്? മന്ത്രിസഭയിലാണ്. താങ്കൾ പറഞ്ഞതിലേക്ക് മറുപടി പറയാം. ഞങ്ങളെ വിമർശിക്കുമ്പോൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ഇത്തരം വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയണം. ഈ JDS-യുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ടോ? CPM-ന് കഴിഞ്ഞിട്ടോ? ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന ഏകാധിപത്യപരമായ നിലപാടിനോട് പ്രതിഷേധിച്ച് വിട്ടുപോകാനുള്ള ആർജവം ലീഗിനില്ല എന്ന് കോൺഗ്രസിനൊരു അതിരുകടന്ന ആത്മവിശ്വാസം ഉണ്ടോ? ഒരിക്കലുമില്ല. എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നണിയിലെ സഖ്യകക്ഷികൾ ഞങ്ങളെല്ലാവരും നോക്കൂ, ഫോർവേഡ് ബ്ലോക്കുമായിട്ട് പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ചർച്ച നടത്തിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UDF-ന്റെ മുഖ്യ കക്ഷി എന്ന നിലയിൽ ഫോർവേഡ് ബ്ലോക്കുമായി നിങ്ങൾക്കറിയാമല്ലോ. ഫോർവേഡ് ബ്ലോക്കിനെ സംബന്ധിച്ച് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുക്കില്ലെന്നോ അല്ലെ അസംബ്ലിയിലേക്ക് സീറ്റ് കൊടുത്തിട്ടില്ലെന്നോ ഒക്കെ നമുക്കറിയാം. അവരുമായി പോലും ഞങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി മാന്യമായി സംസാരിക്കുകയും അതിന്റെ ഭാഗമായി തീരുമാനമെടുക്കുകയും ചെയ്യും. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ലീഗും കോൺഗ്രസും UDF-ന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുമില്ല. യോജിച്ചു പോകുന്നവർ. ഞങ്ങൾ കൂട്ടായി കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. ഏകാധിപത്യപരമായി തീരുമാനിക്കുന്നതല്ല. ഏക വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുന്നണിയല്ല ഞങ്ങളുടേത്. ശ്രീ ജ്യോതികുമാർ ശർമ്മ, ശ്രീ ജെയ്സി തോമസ്, അങ്ങനെ UDF-ന്റെ ആഭ്യന്തരമായ നിലപാടിൽ ഒരു ചർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ലീഗിനെ വട്ടം കറക്കുന്നു, ലീഗിനെ പരിഹസിക്കുന്നു, ലീഗിനെ ഇല്ലായ്മ ചെയ്യുന്നു, 60കളിലെ അതേ സീറ്റാണ് ഇപ്പോഴും കൊടുക്കുന്നത്, ലീഗിനെ അപമാനിക്കുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും പബ്ലിക്കായി അതിനോട് പ്രതികരിക്കുകയും അതായത് ഒരു മുന്നണിയുടെ ആഭ്യന്തര ചർച്ച നടക്കുന്ന സമയത്ത് അതിനോട് ഇത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ LDF-ലെ സ്ഥിതി ഇന്നതല്ലേ എന്നുള്ളതാണ് ശ്രീ ജ്യോതികുമാർ ശർമ്മ അങ്ങോട്ട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ പരിഹാസ്യതയ്ക്ക് ഞാൻ മറുപടി പറയില്ല. നമ്മുടെ നാട്ടിൽ വിവരവും ബോധവും ഉള്ള സാധാരണക്കാരായ മലയാളികൾ, അത് അദ്ദേഹത്തിനും കൂടെ അപവാദമായി കോൺഗ്രസിലുള്ള ആളുകൾക്ക് പോലും ആ ചോദ്യത്തിന്റെ പരിഹാസ്യത ബോധ്യപ്പെടുന്നതാണ്. എന്തായാലും ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ചർച്ചയുടെ സുപ്രധാനമായ ഒരു വിഷയം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് UDF-ൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കനിഞ്ഞൊരു 3ാം സീറ്റ് ഭിക്ഷയായി നൽകുമോ എന്നുള്ളതാണ്. ആ സീറ്റിന്റെ തർക്കവിഷയം മാത്രമായി യഥാർത്ഥത്തിൽ ഈ സംവാദത്തെ നമുക്ക് ചുരുക്കി കിട്ടാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കേരളം ഇന്ന് നേരിടുന്ന UDF-നെ സംബന്ധിച്ചുള്ള ഈ തർക്കവിതർക്കങ്ങളുടെ അടിസ്ഥാന ശില എന്താണ്? ആ അടിസ്ഥാന ശില കേവലമായ ഒരു പാർലമെന്റ് സീറ്റോ ഒരു രാജ്യസഭാ സീറ്റോ വർദ്ധിപ്പിച്ച് ലഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ബാർഗൈനിങ് പ്രശ്നങ്ങളല്ല. യഥാർത്ഥത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത വിധം ഒരു ബാണ്ട് കെട്ടായി, ഒരു മാറാപ്പായി കേരളത്തിലെ കോൺഗ്രസും UDF-ഉം മാറിയിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഇന്ത്യൻ മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ, ഇന്ത്യൻ മതനിരപേക്ഷത ഭയാനകമായ പല ചോദ്യങ്ങളും ആശങ്കാജനകമായ പല പ്രതിസന്ധികളെ നേരിട്ട ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിനാൽ നയിക്കപ്പെടുന്ന UDF അപകടപൂർണമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരക സംഘമായി അതിന്റെ ഒരു സ്വതന്ത്ര B ടീമായി മാറുന്നതിന് നമ്മളുടെ ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. അത് ജനുവരി 22 പ്രതിഷ്ഠാപന ചടങ്ങ് മുതൽ ഗ്യാൻവാവി മസ്ജിദിനെ സംബന്ധിച്ചുള്ള തർക്ക വിഷയം മുതൽ പലസ്തീൻ ഐക്യദാർഢ്യ സമിതിയിൽ വന്ന് ഇസ്രായേലിന് നേരിട്ടത് ഭീകരാക്രമണമാണെന്ന് കോൺഗ്രസിന്റെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവല്ല, അദ്ദേഹത്തിനൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത CWC അംഗം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഇസ്രായേലിന് നേർക്ക് നടന്നത് ഭീകരാക്രമണമാണെന്ന് ലീഗിന്റെ റാലിയിൽ പോയി പ്രസംഗിച്ചതുൾപ്പെടെ
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന കേരളത്തിന് ആകെ നേരിട്ട പ്രതിസന്ധിക്ക് മുമ്പിൽ ഇന്ത്യ ഒന്നാകെ കേരളത്തോട് ഒത്തുചേർന്ന് സമരം നയിച്ചപ്പോൾ കേരളത്തെ ഒറ്റുകൊടുത്ത കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃസംഘത്തെ സംബന്ധിച്ച് പറയുന്ന എണ്ണം പറഞ്ഞ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ രാഷ്ട്രീയം നേരിട്ട വെല്ലുവിളികൾക്ക് മുമ്പിൽ കോൺഗ്രസ് അതിനെ ഒറ്റുകൊടുക്കുന്ന സംഘത്തോടൊപ്പമായിരുന്നു. ഇവിടെയാണ് പരിമിതികളോടുകൂടെയെങ്കിലും ഏറെക്കുറെ സത്യസന്ധമായി മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച നിലപാട് സ്വീകരിക്കാറുണ്ടായിരുന്ന ലീഗിന് കോൺഗ്രസ് ഒരു ഒഴിയാബാധയായി അക്ഷരാർത്ഥത്തിൽ ഒരു മാറാപ്പായി മാറുന്നത് ഈ ഘട്ടത്തിലാണ്. അതിന്റെ തുടർച്ചയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ സ്വാഭാവികമായി ഒരു സീറ്റ് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് പറയുന്നു. അത് കഴിയില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഒപ്പം മാത്രമോ UDF തർക്ക വിതർക്കങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്ന ദിവസം ഇന്നത്തെ സുപ്രധാനമായ വാർത്ത എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞ RSP യെ കുറിച്ചൊക്കെ അഭിമാനത്തോടു കൂടെ നമ്മുടെ കോൺഗ്രസ് നേതാവ് സഹമാനസ് ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ചോറുണ്ണാൻ പോയ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സംഘത്തിൽ ചോറുണ്ണാൻ പോയ BSPയുടെ അംബേദ്കർ നഗറിലെ UP അംബേദ്കർ നഗറിലെ പാർലമെന്റ് മെമ്പർ വായിച്ചത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഹൃദേശ് പാണ്ഡെ ഇന്ന് BJP ഓഫീസിൽ പോയി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ചെറിയ ആളൊന്നുമല്ല, അങ്ങേക്കാൾ വലിപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും കന്യാകുമാരിയിൽ വിളവങ്കോട് നിയമസഭാ മണ്ഡലത്തെ തുടർച്ചയായി 3 തവണ പ്രതിനിധീകരിച്ച MLA കൂടിയായിട്ടുള്ള S വിജയാധരണി ഇന്നലെ പോയി RSSന്റെ ഓഫീസിൽ നിന്ന് മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ് ഇന്ത്യയിലും നമ്മുടെ അയൽപക്കമായ കന്യാകുമാരിയിലും കേരളത്തിലും ഒക്കെ നേരിടുന്ന പ്രതിസന്ധി. ഇതാണ് ഈ പ്രതിസന്ധിക്ക് മുമ്പിൽ ആരിലാണ് പ്രതീക്ഷയർപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷവാദികളെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവപൂർണമായ പ്രശ്നമാണ്. ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി സമാധാനത്തോടുകൂടി ഇരിക്കാന്ന് വിചാരിച്ചാലോ, ചേട്ടനും അനിയനുമെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പച്ചത്തെറി കേട്ടാൽ അറപ്പുളവാക്കുന്ന അശ്ലീലം എവിടെ? അടച്ചിട്ട മുറിയിൽ പണ്ട് കാസർഗോഡ് MP വടകര MP KPCC പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഇന്ദിരാഭവനെ കുറിച്ച് പറഞ്ഞതുപോലെയാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. അത് അടച്ചിട്ട മുറിയിലെ ഏർപ്പാടായിരുന്നു. എന്തായിരുന്നു അവരുടെ ആരോപണം, ഞങ്ങളുടെ ആരോപണം അല്ല. ഇതിപ്പോൾ എന്താണ്? അങ്ങേ അടക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ സാക്ഷി നിർത്തി കേട്ടാൽ അറപ്പുളവാക്കുന്ന, എനിക്കും അങ്ങേക്കും ഈ ചർച്ചയിൽ ഓർമ്മിക്കാൻ പോലും കഴിയാത്തത്ര പച്ചത്തെറി പരസ്പര വിരുദ്ധ വിളിച്ചു പറയുന്നു. എന്നിട്ടാണ് പത്തനംതിട്ടയിൽ ജാഥാ സ്വീകരണത്തിനായി ചെല്ലുമ്പോ പത്തനംതിട്ടയിലെ MP പറയുന്നു K സുരേന്ദ്രന് സ്വാഗതം. കാരണം എന്താണ്? മനസ്സിലാകെ BJPയുടെ പ്രസിഡന്റാണ്, KPCCയുടെ പ്രസിഡന്റാണ് സ്വാഗതം ഉദ്ദേശിച്ചതെങ്കിലും വായിൽ നിന്ന് വന്നുപോയത് മുമ്പൊരിക്കൽ ഏതോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മനസ്സ് നിറഞ്ഞിട്ടാണ് അത്ര വാക്കുകൾ ഉണ്ടാകുന്നത്. മനസ്സ് നിറഞ്ഞുണ്ടായ വാക്ക് K സുധാകരന്റെ അല്ല, K സുരേന്ദ്രന്റെ ആയിരുന്നു. തനതല്ലി ആളുകൾ ചീത്ത വിളിച്ചു. ഇവിടെ കോൺഗ്രസിന്റെ യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പത്തനംതിട്ട പാർലമെന്റ് മെമ്പറെ ചീത്ത വിളിച്ചു. എന്നിട്ട് അദ്ദേഹം മൈക്ക് പൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് വർത്തമാനകാല UDF കാഴ്ചകൾ. ആ കാഴ്ചകളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആദരണീയനായ നമ്മുടെ കോൺഗ്രസ് ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ LDFനെ നോക്ക്, അവിടെ ചർച്ചയുണ്ടോ? അവിടെ ഏകാധിപത്യമല്ലേ? അവിടെ എന്തെങ്കിലും തരത്തിൽ RJD പോയില്ലേ? മറ്റവരുടെ ദേശീയ നേതൃത്വം BJPയിലല്ലേ? ഇങ്ങനെയൊക്കെ പറയുകയാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നു? അതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രബലരും പ്രധാനപ്പെട്ടവരുമായ പല ഘടകകക്ഷികളും കേരള കോൺഗ്രസും ഈ ജനതാദളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ട് നിങ്ങളുടെ പാളയം ഉപേക്ഷിച്ച് ഏകാധിപത്യത്താൽ നയിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പാളയത്തിലേക്ക് എന്തുകൊണ്ട് വന്നു? അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആത്മവിമർശനത്തോടുകൂടി നല്ലവണ്ണം ആലോചിക്കുക. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ യോഗം ചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പൂർത്തീകരിച്ചില്ലേ? തമ്മിത്തല്ലോ, കലഹമോ, 27 കാണാമെന്നുള്ള പ്രഖ്യാപനമോ, പരസ്പരം ചീത്തവിളിയോ, കേട്ടാൽ അറപ്പുളവാക്കുന്ന തെറിവിളിയോ വല്ലതും ഉണ്ടായോ? വല്ലതും ഉണ്ടായില്ലല്ലോ. ഇതൊക്കെ അങ്ങേക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേക്ക് കൂടെ അപവാദമായി അന്തസ്സുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഒരു അസൂയെ കുറിച്ചെന്ന് തോന്നും. LDF അത്ര മനോഹരമായി തെറിവിളിയില്ലാതെ, അശ്ലീലമില്ലാതെ, വിഴുപ്പനക്കലില്ലാതെ, BJPയുടെ ദാസ്യപ്പണി ചെയ്യാതെ എത്ര മനോഹരമായി കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം സമാധാനപൂർണ്ണമായി LDF നടത്തുന്നു എന്നുള്ളത് അന്തസ്സുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അവസരത്തിൽ അങ്ങനെ വിശദീകരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അതിന് മറുപടി പറയുകയും ചെയ്യും. ഓക്കെ, ഞാൻ ഇടപെടുന്നു. ശ്രീ ഇക്ബാൽ വാവോട്, ജെയ്സി തോമസ് കുറച്ചു മുമ്പ് പറഞ്ഞൊരു കാര്യം, ലീഗിന് മുന്നിൽ കോൺഗ്രസ് ഒരു വലിയ വിഴുപ്പായി നിൽക്കുന്നുണ്ട്, ഒരു വലിയ ഭാണ്ഡമായി നിൽക്കുന്നുണ്ട്. ഇതിന് തൊട്ടു മുൻപ് കേട്ടത് ഈ പറയുന്ന പലസ്തീൻ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് ആണ് ലീഗിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് എന്ന്. ശ്രീ ഇക്ബാൽ വാവോട്, അങ്ങേക്ക് തന്നെ അഭിപ്രായമുണ്ട്, കോൺഗ്രസിന് പ്രതിനിധാനം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ രാജ്യത്ത് പാർലമെന്റിൽ BJPക്കെതിരെ ഉന്നയിക്കാൻ ലീഗിന് ചെറുപ്പക്കാരുടെ ആവശ്യമുണ്ട്, പുതിയ നേതാക്കളുടെ ആവശ്യമുണ്ട്, സീറ്റ് ആവശ്യമുണ്ട് എന്ന്.
ഇതൊരു സീറ്റിന്റെ പ്രശ്നമല്ല. ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന, പലപ്പോഴും ലീഗിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന, ലീഗ് ഒറ്റപ്പെട്ടു പോകുന്ന വിഷയങ്ങൾ, അത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഈ സീറ്റ് ആവശ്യത്തിന് പിന്നിലുള്ള 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 എന്നുള്ളതല്ല എന്നുള്ളതാണ് ശ്രീ ജെയ്സി തോമസ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങേക്കും ആ അഭിപ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് ഈ പറയുന്ന സമവായം ഉണ്ടാവുകയാണ് എങ്കിൽ, ഈ പറയുന്ന വിട്ടുവീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ, അത് സീറ്റെണ്ണത്തിൽ മാത്രമല്ല, നിങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളോടുള്ള വിട്ടുവീഴ്ച കൂടിയായിരിക്കും. തീർച്ചയായും ഈ ഒരു വികാരമാണ് നമ്മൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അഥവാ 1981 മുതൽ UDF മുന്നണിയുടെ ഭാഗമായി ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷിയായി മുസ്ലിം ലീഗ് നിലകൊള്ളുന്നു. പക്ഷേ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം നയപരമായി, തത്വപരമായി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ പാർലമെൻറ്റിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കോൺഗ്രസ് പല വിഷയങ്ങളിലും പ്രതികരിക്കുന്നില്ല. മുസ്ലിം ലീഗ് പ്രത്യേകമായി പ്രതികരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ട് MP-മാർ ആവശ്യമാണ് മുസ്ലിം ലീഗിന്. അപ്പോൾ ഈ കോൺഗ്രസും മുസ്ലിം ലീഗിനും തമ്മിലുള്ള നയപരമായ ഒരു വ്യത്യാസം, അഥവാ UDF മുന്നണിയുടെ ഭാഗമായി വർഷങ്ങളോളം നിന്നതിൻ്റെ ഭാഗമായി ഈ വ്യത്യാസം നഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അഥവാ ഈ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ലോക്സഭാ സീറ്റ് എന്ന ആവശ്യം രാജ്യസഭാ സീറ്റാക്കി മാറ്റാൻ പാടില്ല, അല്ലെങ്കിൽ MP-മാരെ കൂടുതൽ കൊടുക്കുക എന്നാക്കി മാറ്റാൻ പാടില്ല. അതുപോലെ മുസ്ലിം ലീഗ് നേതൃത്വവും ഈ ആവശ്യത്തെ ലോക്സഭാ സീറ്റുകൾ വേണമെന്ന ആവശ്യം ലോക്സഭാ സീറ്റുകളായി തന്നെ കിട്ടണം. കാരണം ഇത് നയപരമായ വ്യത്യാസവും അതിലൂടെ ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ഒരു ഇടപെടലും കൂടിയാണ്. രാജ്യസഭാ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്നില്ല, അപ്പം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു അവസരമില്ല. അതേസമയം ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് കാലം ആവശ്യപ്പെടുന്നത്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയങ്ങൾ എന്താണ്, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ BJP വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പറയാൻ കഴിയണം. അപ്പോൾ UDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ മലപ്പുറത്ത് പൊന്നാനിയിൽ മാത്രം മത്സരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ ശക്തി ശരിക്കും തെളിയിക്കാൻ കഴിയുന്നില്ല, ലീഗിൻ്റെ നയങ്ങൾ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വടകര, കോഴിക്കോട് പോലെയുള്ള ലീഗിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധിച്ചാൽ, അതല്ലെങ്കിൽ വയനാട് പോലെയുള്ള UDF-ന്റെ ഉറച്ച ഒരു ലീഗ് UDF ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വയനാട് പോലെയുള്ള മണ്ഡലത്തിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മുസ്ലിം ലീഗിന് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇടപെടാനും പാർലമെൻറ്റിൽ തങ്ങളുടെ MP-മാരുടെ പ്രാതിനിധ്യം അറിയിക്കാനും കഴിയും. ശ്രീ ജ്യോതികുമാർ ചമക്കാല നേരത്തെ സൂചിപ്പിച്ചു, UDF-നകത്ത് ജനാധിപത്യപരമായ ചർച്ചയാണ് നടക്കുന്നത്, ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തീരുമാനങ്ങളാണ് പുറത്തു വരുന്നത് എന്നാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുകയും ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നും അതിൽ മുസ്ലിം ലീഗ് എന്നും ഇരയാവുന്നത് എങ്ങനെയാണെന്നാണ്. കാരണം RSPയുടെ കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു, കേരള കോൺഗ്രസിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയൊന്നും വിരുദ്ധമായ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പരസ്യമായി അതിൽ പ്രതികരിക്കുന്നില്ല. ഒരു നിയമസഭാ സീറ്റ് പോലും ഇല്ലാത്ത RSPക്ക് കൊല്ലം സീറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ചർച്ച വരുന്നില്ല. അതേസമയം എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകമായി സ്വാധീനമുള്ള കെ സുധാകരനും മുരളീധരനും ഒക്കെ ലീഗിന് സ്വാധീനമുണ്ടെന്ന് പറയുകയും അതുപോലെ അവരുടെ വിജയത്തിൽ ലീഗാണ് മുഖ്യ പങ്ക് വഹിച്ചത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയുകയും ചെയ്തിട്ടും ഇത്തരമൊരു ചർച്ച വരുമ്പോൾ എന്തുകൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് സീറ്റെണ്ണത്തിന്റെ പ്രശ്നമല്ല എന്ന കാര്യം അങ്ങും അംഗീകരിക്കുന്നു. പക്ഷേ ശ്രീ ഇക്ബാൽ ബാബോട്, കോൺഗ്രസിനൊപ്പമുള്ള ഒരു മുന്നണിക്കപ്പുറത്ത് CPM-ൽ നിന്നുണ്ടാകുന്ന ക്ഷണമെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നലെ ശ്രീ P. രാജീവൊക്കെ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ട് അവിടെ നിൽക്കുന്നത് എന്ന്. അവിടെ നിന്നില്ലെങ്കിൽ ഇവിടെ ഇടമുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നില്ല. ലീഗിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി, അണികളിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി, കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി അപ്പുറത്തേക്കൊന്ന് മാറ്റിക്കുത്താൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ പ്രഭാവ കേന്ദ്രമായ മണ്ഡലങ്ങൾക്കപ്പുറത്ത് പലയിടങ്ങളിലും നിങ്ങൾക്ക് കേഡർ വോട്ടുകൾ ഉണ്ടല്ലോ, അവിടങ്ങളിൽ മാറ്റിക്കുത്താൻ തയ്യാറാവുകയാണെങ്കിൽ, അത് സ്വന്തം സ്ഥാനാർത്ഥികൾക്ക് തുണയാവുകയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന രാഷ്ട്രീയ തന്ത്രത്തിനപ്പുറത്ത് CPM-ന് നിങ്ങളോട് അകമഴിഞ്ഞ സ്നേഹം, പ്രണയമൊക്കെ ഉണ്ട് എന്ന് ലീഗ് വിചാരിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ LDF-ലേക്ക് പോകാനോ അല്ലെങ്കിൽ LDF-നെ സഹായിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കാനോ മുസ്ലിം ലീഗിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം UDF-മായി അഭേദ്യമായ ബന്ധമാണ്.
അതുകൊണ്ട് തന്നെ UDF-ന് അകത്തു നിന്നുള്ളൊരു നീതിയാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതിനുള്ള ചർച്ചയാണ് ഇവിടെ ആവശ്യം. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. LDF സ്വാഭാവികമായും CPM അതിനെ മുതലെടുക്കും, ലീഗിൻ്റെ വോട്ടുകൾ പരമാവധി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷേ അത്തരം ശ്രമങ്ങൾ അടിത്തട്ടിൽ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം CPM-ഉം ലീഗും തമ്മിലുള്ള ബന്ധം കാരണം അടിത്തട്ടിൽ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ സാധാരണക്കാരായ ആളുകൾ CPM-ന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ഉള്ള ഒരു വികാരത്തിൻ്റെ ഭാഗമായി CPM-ൻ്റെ കൂടെ നിൽക്കാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ CPM-ന് ഇതിൽ രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും 2004-ലും 2006-ലും കേരളത്തിൽ സംഭവിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. 2006 അങ്ങനെയല്ല ശ്രീ ഇക്ബാൽ ബാബോട്, അതായത് ഇപ്പോൾ ശ്രീ ജെക്സി തോമസ് തന്നെ പറഞ്ഞു, പല കാര്യങ്ങളിൽ ഈ പറയുന്ന അയോധ്യ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ, പലസ്തീൻ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ ഒക്കെ CPM-ന്റെ ക്ഷണം സ്വീകരിക്കണം എന്ന അഭിപ്രായമുള്ള പല കൂട്ടങ്ങൾ ലീഗിനുള്ളിലുണ്ടായിരുന്നു. ആ വോട്ടുകൾക്ക് വേണമെങ്കിൽ CPM-നോട് ചായ്വ് കാണിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാണക്കാട് നിന്ന് ആ തീരുമാനം വരണം എന്ന് കാത്തിരിക്കേണ്ടി വരുന്നത്. 27-ലേക്ക് ഈ ചർച്ചയ്ക്ക് ശേഷം 27-ലേക്ക് ആ തീരുമാനം പറയാനുള്ള കാലതാമസം എടുക്കേണ്ടി വരുന്നത്. അതെ, നയപരമായി മുസ്ലിം ലീഗും കോൺഗ്രസും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില വിഷയങ്ങളിലൊക്കെ CPM-ന്റെ നിലപാടുമായി താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ ലീഗിനുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു രാഷ്ട്രീയപരമായ ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മുന്നണി ബന്ധത്തിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അഥവാ ലോക്സഭാ സീറ്റ് ചോദിക്കുമ്പോൾ രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വഞ്ചന ഇതിനകത്തുണ്ട്. ഈ വഞ്ചനക്കെതിരെ ലീഗിനകത്ത് അത്തരം ഒരു വികാരം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മലബാറിലെ മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പക്ഷേ 27-ാം തീയതിയുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം വന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രതിഫലനം എങ്ങനെയാവും, അതുപോലെ ഈ തീരുമാനം ലീഗ് കൃത്യമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വഞ്ചന എന്ന പറയുന്ന ആവശ്യപ്പെടണമെന്നാണ്. ഓക്കെ, ശരി ശ്രീ ഇക്ബാൽ ബാബുടെ ആ കാര്യത്തിലേക്ക് ഞാൻ വരാം. ശ്രീ ജ്യോതികുമാർ ചമക്കാല, അതിനു മുൻപ് ചർച്ച ജനാധിപത്യപരമാണ് അങ്ങ് പറഞ്ഞതുപോലെ, തീരുമാനം പക്ഷേ ജനാധിപത്യപരമല്ല എന്നൊരു വിമർശനം ശ്രീ ഇക്ബാൽ ബാബുയോട് ഉന്നയിച്ചു. ശ്രീ ഇക്ബാൽ ബാബു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലീഗിൻ്റെ നിരീക്ഷകൻ എന്ന നിലയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ലീഗിൻ്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ലീഗിൻ്റെ പ്രവർത്തകരുടെ വികാരം എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതാണ്. എനിക്കിപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തണം ഞാൻ. അതുകൊണ്ടാണ്, കാരണം ഈ പറയുന്ന വാചകങ്ങളെല്ലാം ലീഗിൻ്റെ ഒഫീഷ്യൽ വേർഷൻ ആണ് എന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആയിക്കോട്ടെ ഞാനത് ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. ജനാധിപത്യ തീരുമാനമാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാനത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ചർച്ചയ്ക്ക് ശേഷം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്. അവരാരും അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. രണ്ട് കൂട്ടരും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പോസിറ്റീവായി കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നും ഞങ്ങളുടെ ചർച്ചകൾ കഴിഞ്ഞു എന്നും ഞങ്ങൾ മറ്റന്നാൾ പ്രഖ്യാപിക്കുന്നു രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു ലീഗിൻ്റെ ഉന്നതനായ നേതാവ് എനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു. പ്രിയപ്പെട്ട ജ്യോതികുമാർജി, ഇന്ന് ലീഗിൻ്റെ പ്രതിനിധികൾ ആരും ചർച്ചയിലില്ല. ലീഗ് നിരീക്ഷകനെ പാർട്ടിക്ക് അറിയില്ല. ആ അയച്ച ആളുടെ പേരും അദ്ദേഹം മുൻ MLA കൂടിയാണെന്ന് മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഞാനതൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എനിക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് വന്നത്. ഏതായാലും ഇത്തരം മെസ്സേജുകളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. ഞാൻ എന്റെ ഭാഗം ക്ലാരിഫൈ ചെയ്താണ്. ഇപ്പൊ ഇത് ലീഗിന്റെ ഞാൻ പറയാൻ വരുന്നത് ലീഗിന്റെ ഔദ്യോഗികമായ ഒരു നിലപാടല്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലീഗിന്റെ ചരിത്രം പഠിക്കുന്ന ലീഗ് എന്റെ അവസരമാണല്ലോ. ഞാനിപ്പോ താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിച്ചതും. ഞാൻ അത് തന്നെയാണ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതും. നമ്മൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ലീഗിന്റെ അഭിപ്രായം ലീഗിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. ലീഗിനെ സംബന്ധിച്ച് അവരോട് ലീഗ് ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. മാത്രമല്ല, ലീഗിന് അവരുടെ രാഷ്ട്രീയ തീരുമാനം എന്താണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. അവരൊന്നും, അതായത് ലീഗ് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ പറയാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന, മൂളിയിരിക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അവരൊരു വലിയ ആശയക്കുഴപ്പത്തിലാണ്. അവർക്ക് അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് അവർ അണികൾ ചോദിക്കുന്നത്. അത് മാധുവിന്റെ വേർഷൻ. ഔദ്യോഗികമായി അല്ലല്ല ഇടയ്ക്ക് സംസാരിക്കാല്ലേ സുഹൃത്തെ, ഞാൻ സംസാരിക്കട്ടെ. ഔദ്യോഗികമായി ലീഗിന്റെ വേർഷൻ പറയേണ്ടത് ഇന്ന് ആ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കന്മാർ തന്നെയാണ്. അതിൽ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി കേരളീയ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ, ഒരുപക്ഷെ മാധുവിന് മാത്രം ബോധ്യപ്പെടാത്ത രീതിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നും
ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ പരിപൂർണമായി അവസാനിച്ചു എന്നും ഞങ്ങളുടെ തീരുമാനം ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്നും തങ്ങൾ സ്ഥലത്തില്ല എന്നും തങ്ങൾ വന്നതിന് ശേഷം പാർട്ടിയിൽ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും പ്രതിപക്ഷ നേതാവും ലീഗിന്റെ നേതാവും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയുടെ രണ്ട് എൻഡിൽ ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? കോൺഗ്രസും ലീഗും. കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിസ്റ്റായി അങ്ങ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ നിലപാട് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ലീഗും ഇതുപോലെ ഔദ്യോഗിക പാനലിസ്റ്റുകളെ വിടാറുണ്ട്. ലീഗിന് പക്ഷെ അത് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഇ.ടി. മുഹമ്മദ് ബഷീർ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഈ സീറ്റ് ഏറ്റവും നിർണായകമാണ്. അതിനു മുൻപ് കഴിഞ്ഞ ദിവസം ഇ.ടി. മുഹമ്മദ് ബഷീർ ഞങ്ങൾ കടുത്ത നടപടിയിലേക്ക് പൊയ്ക്കളയും എന്നൊക്കെയാണ്. പക്ഷെ പോവാൻ കഴിയുന്നില്ല. സീറ്റ് കിട്ടില്ല എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. അത് KPCC അധ്യക്ഷൻ വന്ന് പറഞ്ഞു. ശരി, അങ്ങ് പറഞ്ഞു കേട്ടോ. പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ മാധ്യമങ്ങൾക്ക് ഒരു ഹിന്റും കൊടുത്തില്ല. KPCC അധ്യക്ഷന് ഇതിൽ എന്ത് പറഞ്ഞാൽ എന്താ? അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞു രാജ്യസഭാ സീറ്റിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലീഗ് തീരുമാനം എടുത്ത് പറയട്ടെ എന്ന്. അതോടെ സമവായ സാധ്യത എന്താണ് എന്നുള്ള കാര്യം കേരളത്തിൽ ഈ പറയുന്ന നേരത്തെ ജയിക്ക് പറഞ്ഞതുപോലെ അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തു. KPCC അധ്യക്ഷൻ വളരെ ശുദ്ധമായി അത് പറയുകയും ചെയ്തു. അവിടെയാണ് ലീഗിന് നിലപാട് പറയാൻ പറ്റാതെ പോയത്. അങ്ങനെ ഒന്നും താങ്കൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. വ്യാഖ്യാനിച്ചാൽ ഞാൻ അതിന് മറുപടി കൃത്യമായി പറയാം. പറയട്ടെ. ഇവിടെ കൃത്യമായി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള പല പ്രപ്പോസൽസിനെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ടെന്നേ. ആ ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായി എന്ന് പ്രതിപക്ഷ നേതാവോ ശ്രീ കുഞ്ഞാലിക്കുട്ടിയോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവർ രണ്ടുപേരും അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയും കൂടി ആലോചിച്ചതിന് ശേഷം പറയാം. സ്വാഭാവികമായി രണ്ട് പാർട്ടിയെ സംബന്ധിച്ചും എങ്ങനെ ആലോചിക്കേണ്ടി വരുന്നു എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ച് ഏകശിലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം, ഒരു മുന്നണിയും പ്രസ്ഥാനവും അല്ലല്ലോ ഇത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് വ്യത്യസ്ത അഭിപ്രായം ചർച്ചയുണ്ട്. അവിടെ പിണറായി വിജയന് തിരുവായ്ക്ക് എതിർവായില്ല. അതിന് പിന്നെ മിണ്ടാതെ നിൽക്കുന്ന അണികളായി മാറപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ കാര്യം. അവിടെ നിൽക്കട്ടെ. ഞാൻ അതേക്കുറിച്ച് കൃത്യമായി അവരോട് പറയാം. ഇവിടെ ലീഗിനെ സംബന്ധിച്ചും ലീഗ് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ചർച്ച കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തീരുമാനം വരട്ടെ. ഇനി ഞാൻ മുമ്പ് വന്നിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് LDF-ന്റെ പ്രതിനിധി പറഞ്ഞിട്ട് പോയ ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയട്ടെ. അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയെ സംബന്ധിച്ചുള്ള ഘോരഘോര സംസാരിക്കുക. സംഘപരിവാറിന് ദേശീയ തലത്തിൽ കോൺഗ്രസും BJP-യും എതിർചേരിയിലാണെന്നും കോൺഗ്രസിന് ബദൽ BJP-ക്ക് ബദൽ കോൺഗ്രസുമാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഈ CPM-ന്റെ ഏതെങ്കിലും ഒരു MP, ഏതെങ്കിലും ദേശീയ തലത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി, ഒരു നേതാവ് BJP-ക്കെതിരായി മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള ഷെയർ എത്രയാണ്? വോട്ട് ഷെയർ എത്രയാണ്? 2.75%. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള MP-മാരുടെ എണ്ണം എത്രയാണ്? 3. അതിൽ 2 എണ്ണവും തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. മറന്നു പോകരുത്. UDF-ൽ കോൺഗ്രസിൻ്റെയും DMK-യുടെയും കൂടെ ചേർന്നുള്ള മുന്നണിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു MP-യെ വെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഞങ്ങളാണ് ബദൽ എന്നൊക്കെ പറയുന്ന പമ്പര വിഡിത്തത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകർ അത് തീരുമാനിക്കട്ടെ. പിന്നെ പ്രേമചന്ദ്രനെ സംബന്ധിച്ച്, പ്രേമചന്ദ്രനെ പരനാറിയെന്നും നികൃഷ്ടജീവിയെന്നും പല പേരുകൾ വിളിച്ചിട്ടുണ്ട്. പരനാറിയെന്നൊക്കെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, തുടർന്നും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പോകാം. സംസ്ഥാനത്തെ 20 നിയോജകമണ്ഡലത്തിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പോകാം. അദ്ദേഹത്തിന് എതിരില്ലാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പോലും വന്നിരിക്കുന്നത്. ഏതായാലും അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ CPIക്ക് കൊടുത്ത സീറ്റ് 4 പോരാ 5 കൊടുക്കണമെന്നോ, കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്തത് 1 സീറ്റ് കൂടി കൊടുക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറയാൻ വന്നില്ലല്ലോ. അതൊക്കെ നടന്നോളൂ, എൻ്റെ വഴിക്ക് നടന്നോളൂ. മുന്നണികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ച ഉണ്ടാവും. ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ നേതൃത്വം അഭിപ്രായം പറയേണ്ടത് ലീഗാണ്. ലീഗ് എന്തായാലും CPM-നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ ലീഗിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി. ഒരിക്കലും ചുമതലപ്പെടുത്തില്ല. വലിഞ്ഞ് കയറി എന്തിനാണ് ഈ അഭിപ്രായങ്ങൾ പറയാൻ പോകുന്നത്? രാഷ്ട്രീയത്തിൽ പറയാം, പക്ഷേ അതിനും പരിമിതികളുണ്ട്. വേണ്ട എന്ന് പറഞ്ഞാൽ ലീഗ് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാലും പിന്നെയും പറയേണ്ടത് ഇതിനെ ഈ വലിഞ്ഞു കയറിയ അഭിപ്രായം പറയാൻ നടക്കുന്നത്. അത് ഗതികേടെന്നാണ് പറയുന്നത്. അതിനെ പരമഗതികേടെന്നാണ് പറയുന്നത്. ഇനി 1-2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞതിനെ സംബന്ധിച്ച്. ഇവിടെ പിന്നെ മുമ്പേ പറഞ്ഞു അടച്ചിട്ട മുറിയെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങളുടെ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് പറയാം. അതേക്കുറിച്ചാണ് പറയുന്നത്. നേതാക്കൾ മാത്രമല്ല, ഇവിടെ പബ്ലിക് ഡൊമൈനിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞതെന്നും അദ്ദേഹത്തെ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് വ്യക്തത വരുത്തി. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഇവിടെ അടച്ചിട്ട മുറിയെക്കുറിച്ച് പറയുമ്പോൾ കേരള ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ വീഡിയോ വെച്ചിരുന്നത്, ക്യാമറ വെച്ചിരുന്നത്. ആരാ വെച്ചത്? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ. അദ്ദേഹം നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ എന്തിൻ്റെ പേരിലാണ്? ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് നടക്കുന്ന ഞങ്ങളല്ലോ. മറ്റൊരു കാര്യം കൂടി ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ സംബന്ധിച്ച് ഞാനൊന്ന് പറയാം. 92 മാർച്ച് 1-ാം തീയതിയാണ് VS അച്യുതാനന്ദനെ മാറ്റിക്കൊണ്ട് ശ്രീ EK നായനാരെ മാറ്റിക്കൊണ്ട് പഴയ അസംബ്ലിയിലാണ് EK നായനാരെ മാറ്റിക്കൊണ്ട് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റെടുത്തത്. VS അച്യുതാനന്ദൻ 1-ാമത്തെ റോയിലേക്ക് മാറിയപ്പോൾ ശ്രീ EK നായനാർ 2-ാമത്തെ റോയിലേക്ക് മാറേണ്ടി വന്നു. പഴയ അസംബ്ലിയാണ്, സീറ്റിൻ്റെ പരിമിതികളുണ്ട്. 92 മാർച്ച് 1-ന് അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, അങ്ങ് പുറകോട്ട് മാറി പുറകിലത്തെ റോയിലേക്കായാലോ, മുമ്പിലത്തെ റോയിലേക്ക് VS അച്യുതാനന്ദൻ വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുമ്പിലത്തെ റോയിൽ ഇരുന്നാൽ പോരാ, ബുദ്ധി കൂടി വേണം.
എന്ന് പറഞ്ഞത് കോളം ന്യൂസായി വന്നത്, മാതൃഭൂമിയിൽ ഉൾപ്പെടെ കോളം ന്യൂസായി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞതാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. EMSന്റെ മകൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരിയമ്മയെ ആക്ഷേപിച്ചതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ സംസ്ഥാന സമിതിയിൽ കൗരവ സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതുപോലെ തന്നെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് അവർ പരസ്യമായി പറയുകയും അവരെ സംബന്ധിച്ച് ഗീത എന്ന എഴുത്തുകാരിക്ക് കൊടുത്ത അഭിമുഖത്തിൽ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി KK രമയെക്കുറിച്ച് EMSന്റെ മരുമകൻ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്തിനേറെ VS അച്യുതാനന്ദൻ സോണിയാഗാന്ധിയെ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? സിന്ധു ജോയിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? ലതിക സുഭാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പദപ്രയോഗം ഞാൻ പറയേണ്ടതുണ്ടോ? മൂന്നാറിൽ ഈ എം എം മണി പിന്നെ നിങ്ങളുടെ ആസ്ഥാന തെരുവിളിപ്പുകാരനാണല്ലോ. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും പരസ്യമായി മൈക്ക് വെച്ച് കെട്ടി എന്ത് പറഞ്ഞാലും അദ്ദേഹം മറ്റേ പണിയാണെന്നും അടച്ചിട്ട് മറ്റേ പണിയാണെന്നും അതുപോലെ തന്നെ മറ്റേ പ്രിൻസിപ്പലിനെ കുറിച്ചും പിന്നെ പോളിടെക്നിക്കിലെ അല്ലല്ല ഒരു മിനിറ്റ്. കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ പറഞ്ഞ മുഴുവൻ മോശം പദപ്രയോഗങ്ങളും കൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ ഇതിനെ താരതമ്യം ചെയ്യാം. അല്ലല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. ഞാൻ അതിലേക്ക് വരുന്നത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അത്തരത്തിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പത്രസമ്മേളനത്തിനിടയ്ക്കോ പൊതുയോഗത്തിലോ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയിട്ടുള്ളത് അവിടെ മൈക്കുണ്ട് എന്നറിയാത്ത രീതിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആരെക്കുറിച്ച് പറഞ്ഞു, അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. മൈക്ക് വെച്ച് കെട്ടി പുലഭ്യം പറഞ്ഞിട്ട് എം എം മണിയുടെ അത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞ നേതാക്കന്മാർ എവിടെ ഉള്ളത്? അതേ പാർട്ടിക്കാർ ന്യായീകരിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന KPCC അധ്യക്ഷൻ പറയുമ്പോഴും ആ ചോദ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ അവകാശം മാധ്യമങ്ങൾക്കുണ്ട്. ആ സമയത്ത് ഇതിനു മുമ്പ് അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏത് സാഹചര്യത്തിൽ പത്രസമ്മേളനത്തിലാണോ അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ടാണോ? ഏത് സാഹചര്യത്തിലാണെങ്കിലും അല്ല, കേരളത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഒരു പാർട്ടിയെ നയിക്കുന്ന നേതാവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയാണ്. ഏത് സാഹചര്യത്തിൽ MV ഗോവിന്ദനാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ? ഞാൻ പറഞ്ഞതല്ല, ഏത് സാഹചര്യത്തിലായാലും ഞാൻ പറഞ്ഞത് കേൾക്കൂ. MM മണി മൈക്ക് വെച്ച് കെട്ടി പറയുമ്പോ അപ്പൊ അതൊക്കെ അന്ന് പറയുമ്പോ കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, അവർ ആരാണോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ആരെ കുറിച്ചാണോ പറഞ്ഞത് അദ്ദേഹം വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അത് അവരെ തമ്മിൽ അവിടെ പബ്ലിക് ഡൊമൈനിൽ വരാനിടയായ സാഹചര്യം അവിടെ മൈക്ക് ഓൺ ചെയ്തിരുന്നുകൊണ്ടും അത്തരത്തിൽ ഒഫീഷ്യലായി നടന്നുള്ള വാചകങ്ങളല്ല അവിടെ. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ പരസ്യമായി VS അച്യുതാനന്ദൻ നടത്തിയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ സംബന്ധിച്ച് ഇതൊന്നും പരസ്പരം പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങളല്ല. താങ്കൾ പറഞ്ഞ് ഞാൻ യോജിക്കുന്നു, പറഞ്ഞു തീർക്കേണ്ട. പക്ഷേ LDFിലെ ഒരു നേതാവിന് ഇതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമില്ല എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും അവർക്കാർക്കും പറയാനുള്ള അവകാശമില്ല. പിന്നെ ഈ അടച്ചിട്ട മുറിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പറയേണ്ടി വരും. തീവ്രത അളക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുള്ളൂ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ശരി, ശ്രീ ജേക്സി തോമസ്, ശ്രീ ജയ്ക്ക് കേൾക്കാമോ? ഇല്ല, സാങ്കേതിക പ്രശ്നമുണ്ട്. ശരി, ഞാൻ വരാം. ശ്രീ ഇക്ബാൽ ബാബുവോട്, ഒരു അന്തിമ തീരുമാനം ലീഗിന് കൈക്കൊള്ളാൻ കഴിയാത്തത് അവരുടെ രാഷ്ട്രീയമായ പ്രതിസന്ധി കൊണ്ടാണ്. ആ പ്രതിസന്ധി ഉണ്ടാകുന്നത് മൂന്നാം സീറ്റ് ഉണ്ട് കേട്ടോ എന്ന് ആ ചർച്ച നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി വന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാത്ത ഇടത്താണ്. അങ്ങനെ ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടായതെങ്കിൽ തീർച്ചയായും സംയുക്തമായ പ്രസ്താവന ഉണ്ടായേനെ. പിന്നെ പാണക്കാട് പോയി ചർച്ച ചെയ്യേണ്ടതോ പിന്നെ AICC പോയി ചർച്ച ചെയ്യേണ്ടതായ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ പ്രശ്നം ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 27-ാം തീയതി ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പല കാര്യങ്ങളെ ലീഗിന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതൊരു കാര്യം ശ്രീ ഇക്ബാൽ ബാബുവോട്. പക്ഷേ ശ്രീ ഇക്ബാൽ ബാബുവോട് ഈ പറയുന്ന കോൺഗ്രസ് വിരുദ്ധത ലീഗിൽ വളരാൻ ലീഗ് തന്നെ അനുവദിച്ചുകൂടാ എന്നതൊരു പ്രശ്നമാണ്. കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് BJPയോട് പോരിടാനാണ് അംഗസംഖ്യ കൂടുതൽ വേണ്ടത് എന്നുള്ളതാണ്. ശ്രീ ജ്യോതിക ചമക്കാല ശരിയാവണ്ണം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസിന് അവരുടെ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമില്ല. കോൺഗ്രസ് ഇല്ലാത്ത ഇടത്ത് ലീഗിന്റെ 3 MP എന്തു സാധിക്കുമെന്നാണ്? ഈ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത് മുസ്ലിം ലീഗ് ഈ ആവശ്യം ഇപ്പം മുന്നോട്ട് വെച്ചതല്ല. 2019 തന്നെ ഈ ആവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് വയനാട് സീറ്റ് ഒരു പക്ഷേ ലീഗിന് കൊടുക്കുമെന്ന് വരെ ചർച്ചയുണ്ടായിരുന്നു. അതുപോലെ ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭാ സീറ്റ് എന്തായാലും കൊടുക്കുമെന്ന ചർച്ച വന്നിരുന്നു.
പക്ഷേ ആ ചർച്ച വഴിമുട്ടി പോകാനുള്ള കാരണം അല്ലെങ്കിൽ അപ്രസക്തമാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അതുപോലെ കോൺഗ്രസ് BJPയുമായി നേരിട്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് വേണമെന്ന ഒരു നിലപാടിൻ്റെ പേരിലാണ് അന്ന് ലീഗ് ആവശ്യം പിന്നോട്ടെടുത്തത്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതല്ല. കോൺഗ്രസിന് ഭരണത്തിൽ വരാനുള്ള സാധ്യതകൾ കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയാൽ പോലും അതിന് ലീഗ് ഒരു തടസ്സമാവുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കേണ്ടത്. കാരണം അത്രയും വിശ്വസ്ത സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. കോൺഗ്രസ് പറയുന്ന ഒരു നിലപാടിനെതിരെ ഒരിക്കലും ലീഗ് നിലപാടെടുക്കുന്നില്ല. അപ്പം ലീഗ് കോൺഗ്രസിൻ്റെ പോലെ കോൺഗ്രസിൻ്റെ MLAമാരെക്കാളും MP മാരെക്കാളും വിശ്വസിക്കാവുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും MP മാർ കൊഴിഞ്ഞു പോകുന്നു, MLAമാർ കൊഴിഞ്ഞു പോകുന്നു, നേതാക്കൾ BJPയിലേക്ക് പോകുന്നു, അതായത് എതിർ ചേരിയിലേക്ക് വരെ പോകുന്നു. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ MLAമാർ MP മാർ ഒരിക്കലും കോൺഗ്രസിനെതിരായ ഒരു നിലപാടെടുക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കുന്നത് കൊണ്ട് അത് UDFനെ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല, ദുർബലപ്പെടുത്തുന്നില്ല എന്നാണ്. പകരം മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അണികളിലുണ്ടാവുന്ന ആവേശവും അവരുടെ സന്തോഷവും അത് UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്യമായി പ്രതിഫലിക്കും. കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം അഥവാ രാഹുൽ ഗാന്ധി വന്നു, പിന്നെ ലീഗിൻ്റെ UDFന് എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ തരംഗത്തിലൂടെ വിജയിക്കാൻ കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെ പിൻബലം എത്രത്തോളം കൂടുതൽ കിട്ടുന്നു, പ്രത്യേകിച്ച് മലബാറിലെ മണ്ഡലങ്ങളിൽ, അത് തീർച്ചയായും UDFനെ സഹായിക്കും. അപ്പോൾ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് അധികം കൊടുക്കുന്നതിലൂടെ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസിന് കഴിയുക, UDFന് കഴിയുക. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കുന്നത് ഒരിക്കലും എന്തല്ല, അതൊരു രാഷ്ട്രീയ പരാജയമല്ല. ഒരു മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന് കണക്കുകൾ വെച്ചിട്ട് പിന്നെ നമ്മൾ 10 വർഷത്തോളം ഈ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മിഷൻ 400 ആണ് BJP അപ്പുറത്ത് മുന്നോട്ട് വെക്കുന്നത്. ഉള്ള സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് ഈ പാർലമെന്റിൽ പോയി എണ്ണം പറഞ്ഞ് നിൽക്കണമല്ലോ, അത് ഉള്ള സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുക. ഇനി വിട്ടുകൊടുക്കുകയാണെങ്കിൽ തന്നെ ശ്രീ ഇക്ബാൽ ബാബുടെ ലോക്സഭാ സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒറ്റത്തവണത്തേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല. 3 സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 സീറ്റ് എല്ലാ കാലത്തേക്കും, ഇനി 3-ൽ നിന്ന് അപ്പുറത്തേക്കാണ് ചർച്ചയുണ്ടാവുക. അപ്പോൾ എത്ര വിശ്വസ്തരാണ് എങ്കിലും സ്വന്തം കയ്യിലിരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു ശക്തി നിലവിൽ കോൺഗ്രസിനുണ്ടോ? അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കോൺഗ്രസിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ദുർബലപ്പെടുത്തുന്നിടത്തെല്ലാം സഖ്യകക്ഷികൾ കോൺഗ്രസിനോട് വിലപേശുന്നത് പോലെ ലീഗും ഇവിടെ അതൊന്ന് എടുത്ത് പയറ്റി നോക്കുകയാണോ? സ്വാഭാവികമായും ഇത്തരമൊരാവശ്യം ലീഗ് മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിന് ക്ഷീണിപ്പിക്കാനല്ല ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 2019 മുതൽ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ മുമ്പ് തന്നെ ലീഗിൽ ഈ ആവശ്യമുണ്ട്. പക്ഷേ 2019 ഈ ആവശ്യം ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അപ്പം 2019 ശേഷം 2024 വരെ ഇതിന് ഒരു ഫോർമുല ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പരിഹാര ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് ഇതിനിടയിൽ ഈ 5 വർഷത്തിനിടയിൽ ആസന്നമായ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഈ ചർച്ചയ്ക്ക് ഒരു സാധ്യത ഒരിക്കലും കൊടുക്കേണ്ടതില്ലായിരുന്നു. ഇതിന് കൃത്യമായൊരു പരിഹാരം ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുമോ, അല്ലെങ്കിൽ ലീഗിന് നിയമസഭയിൽ 30-35 സീറ്റ് വരെ വേണമെന്നൊരാവശ്യം മറുഭാഗത്തുണ്ട്, അത്രയും സീറ്റ് കൊടുക്കുമോ, ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിന് ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കാമായിരുന്നു. ഈ അവസാന നിമിഷം വരെ ഇത് കൊണ്ടുപോയി ലീഗ് അണികളിൽ വലിയ തോതിൽ അസ്വസ്ഥതയുണ്ടാക്കി ലീഗിന്റെ വോട്ടിന് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനുള്ള എതിർ രാഷ്ട്രീയ കക്ഷികളുടെ തന്ത്രത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന ഒരു നിലപാട് ലീഗിനും സ്വീകരിക്കേണ്ടതില്ലല്ലോ. ഇത് നേരത്തെ UDF വളരെ കെട്ടുറപ്പുള്ള സംവിധാനമാണെന്നാണല്ലോ ലീഗും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെടുന്നത്. ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടത് കോൺഗ്രസ് ആണ്. ആ നിലപാടെടുക്കാൻ ലീഗിന് ശക്തിയില്ലേ, വേദികളില്ലേ? നൽകുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണോ ഇത്തരം ഒരു ചർച്ചയും ഈ പറയുന്ന വലിയ വാർത്താ സൃഷ്ടിയും ഒക്കെ? ആ ശക്തി ലീഗിന് ലീഗ് ആ ശക്തി 2019 തന്നെ അത്തരമൊരു സാധ്യതയെക്കുറിച്ച് ആരായുകയും അത്തരമൊരു സാധ്യത ഉണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് അതിന് പരിഹാര നടപടികൾ എടുക്കേണ്ടിയിരുന്നു. 2024 വരെ കാത്തിരിക്കുന്നതിനാൽ അതിന് ക്ഷീണം ഉണ്ടാവുന്നത് UDFനാണ്, കോൺഗ്രസിനാണ്. അപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഇത്തരമൊരാവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്ര കാലം അതിനെ പരിഗണിച്ചിട്ടില്ല എന്നതൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് പിന്നെ 2019 മുന്നോട്ട് വെച്ച ഒരാവശ്യം
ഇന്ന് ശക്തിപ്പെടാനുള്ള പ്രധാനമായ കാരണം എന്ന് പറഞ്ഞാൽ ലീഗിലൊരു യുവതലമുറ വളർന്നു വരുന്നു. അപ്പോൾ 2 സീറ്റ് മാത്രം മത്സരിക്കുന്നതിലൂടെ യുവതലമുറക്ക് മത്സരിക്കാൻ സീറ്റില്ല. അവർക്ക് പാർലമെൻറ്റിൽ പോയി സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും അതിന് ആളില്ല. അപ്പം ഈ ഒരു പ്രസക്തി ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ലീഗ് നേതൃത്വത്തിന് വീണ്ടും ഇത് ചോദിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല. അപ്പോൾ വേറൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഇതിലുണ്ട്. അഥവാ ഒറ്റയടിക്ക് LDFിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മുസ്ലിം ലീഗിന് മുന്നിലില്ല. ഒരുപക്ഷെ LDFിലേക്ക് പോയി കഴിഞ്ഞാൽ 4 ലോക്സഭാ സീറ്റോ 5 ലോക്സഭാ സീറ്റോ കിട്ടുകയും ഒരുപക്ഷെ 30ഓ 35ഓ നിയമസഭാ സീറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത്തരമൊരു സാധ്യതയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പോകാനുള്ളൊരു രാഷ്ട്രീയ തീരുമാനം ലീഗിന് കൈക്കൊള്ളാൻ കഴിയില്ല. കാരണം അത് ലീഗിൻ്റെ അടിത്തട്ടിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കും. ഒരുപക്ഷെ ലീഗിന്റെ തീരുമാനത്തെ എങ്ങനെ അംഗീകരിക്കണമെന്ന് ലീഗിന് 5 സീറ്റ് ഇനി LDFിൽ കിട്ടുമെന്നൊക്കെ അങ്ങ് കണക്കൂട്ടുന്ന കുറച്ച് കടന്ന കൈയാണ് ശ്രീ ഇക്ബാൽ ബാബുവോട്. അവിടെ അപ്പോൾ തന്നെ ഒരു ആഭ്യന്തര കലാപത്തിന് തുടക്കം കുറിക്കപ്പെടും. പിന്നെ CPM ഏത് സീറ്റിൽ മത്സരിക്കും? 10 സീറ്റ് മത്സരിക്കോ? അങ്ങനെ അത്രയും വലിയ വിട്ടുവീഴ്ച ഇത്രയും കാലം കൂടെ നിന്ന് കോൺഗ്രസിൽ നിന്നല്ല CPMൽ നിന്ന് ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് തർക്കിക്കേണ്ടി വരും. ശരി, ഞാൻ ഒരു ഇടവേള എടുക്കട്ടെ. ശ്രീ ജെക്സി തോമസ്, UDFിന്റെ ആഭ്യന്തര സീറ്റ് വിഭജന ചർച്ചയിൽ CPMന്റെ ഒരു അമിത താല്പര്യ പ്രകടനം അത് വളരെ പ്രകടമായി തന്നെയുണ്ട്. അവിടെയാണ് ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല ചോദിക്കുന്നത്, ലീഗിന്റെ അഭിപ്രായം പറയാൻ CPMനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ആവശ്യമില്ലാത്ത തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് CPMന്റെ താല്പര്യം? ലീഗിനെ നിങ്ങൾ തുറന്നു വിളിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഒരു ആഭ്യന്തര ചർച്ച നടക്കുന്നതിനിടയിൽ നിരന്തരമായി ഈ CPMന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അതായത് തൊട്ടു മുമ്പ് ഞാൻ എന്റെ അവസരത്തിൽ എണ്ണം പറഞ്ഞ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. കേരളവും ഇന്ത്യയും ചർച്ച ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ മതനിരപേക്ഷ രാഷ്ട്രീയം വെല്ലുവിളി നേരിട്ട വിവിധ ഘട്ടങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിയ ഒറ്റുകാരുടെ നിലപാട് ഞാൻ സംബന്ധിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ആ പല നിലപാടുകളോടും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുറന്നു തീർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലീഗിന് തന്നെ തെറ്റ് സംഭവിച്ച അനുഭവം നമ്മുടെ നിയമസഭയിൽ ഉണ്ടായതല്ലേ. അതായത് ചന്ദ്രിക ദിനപത്രം ജനുവരി 22 ദിവസത്തെ റിപ്പോർട്ട് ചെയ്ത രീതിയെ സംബന്ധിച്ച് തർക്കമുയർന്നു വന്നു. ആദരണീയനായ നമ്മളുടെ പാർലമെന്റ് അംഗം കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ET മുഹമ്മദ് ബഷീർ ചന്ദ്രികയ്ക്ക് തെറ്റുപറ്റി, ആ സമീപനമായിരുന്നില്ല, മതനിരപേക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന സമീപനമായിരുന്നു ഞങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് അവർ തന്നെ എത്തുമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളിലല്ല ഈ വിഷയത്തെ ഒതുക്കേണ്ടത്. നമ്മളുടെ മുമ്പിൽ ഗഗനസമ്പൂർണമായ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പല വിഷയങ്ങളും ഉയർന്നു വരുന്നു. ആ വിഷയങ്ങളിലൊന്നും നിലപാടില്ലാതെ പരസ്പരം പച്ചത്തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നു. ഈ വിഷയം EP ജയരാജൻ പറയുന്നില്ല, ഈ വിഷയം P രാജീവ് പറയുന്നില്ല. അവരൊക്കെ സീറ്റ് എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ ലീഗിനെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. അവരൊക്കെ സീറ്റിന്റെ എണ്ണമാണ് ജയിക്ക് പറയുന്നത്. അപ്പോൾ ആ എണ്ണത്തെ തുടർന്ന് UDF ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ സീറ്റിന്റെ സംബന്ധിച്ച് ആരംഭിച്ച തർക്കമായിരുന്നില്ലല്ലോ ഇത്. നിങ്ങൾ നവകേരള സദസ്സ് പോയിക്കൊണ്ടുള്ള സംഭവഘാതങ്ങൾ ശ്രദ്ധിക്ക്. യൂത്ത് കോൺഗ്രസും കേരളത്തിൽ പലവിധത്തിൽ സമരം ചെയ്യാനും തർക്കവിതർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമം നടത്തി. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ അവർ പങ്കെടുത്തതല്ലാതെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ സംഘത്തോടൊപ്പം സമരം ചെയ്യാൻ ചാവേർ സമരം നടത്താൻ വേണ്ടി അവർ ഇറങ്ങി വന്നില്ലല്ലോ. സീറ്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായത് ഈ ഘട്ടത്തിൽ മാത്രമാണ്. ഇതിന് തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ സെക്യുലറിസത്തെ സംബന്ധിച്ചും കേരളം ഉയർത്തിപ്പിടിക്കുന്ന സമരധാരയെ സംബന്ധിച്ചും ഒക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന ഘട്ടത്തിലൊന്നും അതിനെ ഒറ്റുകൊടുക്കുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ലീഗ് സ്വീകരിച്ചത്. നിങ്ങൾ ഓർക്കുന്നില്ലേ, കേരളത്തിൽ നിന്നുള്ള ലീഗിന്റെ രാജ്യസഭാംഗം എന്താ പറഞ്ഞത്? ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ BJPയുടെ MP രാജ്യസഭയിൽ എഴുന്നേറ്റപ്പോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാംഗം അബ്ദുൽ വഹാബാണ് പറഞ്ഞത്, കോൺഗ്രസിന്റെ അസാന്നിധ്യത്തെ സംബന്ധിച്ച് നിസ്സത്വതയെ സംബന്ധിച്ച് എനിക്ക് പേടി തോന്നുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് ആരാ? ഞങ്ങളാരുമല്ല. കോൺഗ്രസ് ഒറ്റുകൊടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് വ്യാധിയോടുകൂടെ നമ്മളോട് വിളിച്ചു പറഞ്ഞത് നമ്മുടെ നാട്ടിലെ ലീഗിന്റെ നേതൃത്വമാണ്. ഒറ്റ മിനിറ്റേ ഉള്ളൂ. ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല, ലീഗിന്റെ അസ്തിത്വ പ്രശ്നങ്ങളെ കൃത്യമായി പ്രതിനിധാനം ചെയ്യാൻ കോൺഗ്രസ് പരാജയപ്പെടുന്നിടത്താണ് ലീഗിന്റെ ഈ പ്രശ്നങ്ങൾ. നോക്കൂ, ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്ക് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം മൈതാന പ്രസംഗം നടത്തുകയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ BJPക്ക് എതിരായി ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് BJPക്ക് ബദലായി വരാൻ ശ്രമിക്കുമ്പോൾ ആ CPMൻ്റെ ഇത്തരത്തിലുള്ള വെപ്രാളങ്ങൾ സ്വാഭാവികമാണ്.
കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള അഭ്യാസങ്ങളൊക്കെ LDF കാണിച്ചിട്ടും 19 സീറ്റിലും UDF ജയിച്ച സ്ഥലമാണ്. ഇപ്രാവശ്യം 20 സീറ്റിലും ജയിക്കും. ഈ ലീഗിൻ്റെ നിരീക്ഷകൻ എന്ന നിലയിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തോട് പറയുന്നു, കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് കഴിഞ്ഞത്രയും സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. താങ്കളുടെ ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ലേഖനം ഉൾപ്പെടെ എൻ്റെ കൈവശമുണ്ട്. താങ്കളുടെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും താങ്കളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലീഗിലെ ഒന്നേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ലീഗിലെ സംസ്ഥാനത്തെ നേതാക്കന്മാർ, മുതിർന്ന നേതാക്കന്മാർ, അവർക്ക് രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവർ നല്ല നേതൃശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ദേശീയ തലത്തിലുള്ള മതനിരപേക്ഷതയെക്കുറിച്ചും കേരളത്തിലെ UDFനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്. അവർക്ക് അത് തീരുമാനിക്കാനും അവർക്ക് ഇടപെടാനുമുള്ള അവസരമുണ്ട്. അവർക്ക് കൃത്യമായി ലീഗ് നിരീക്ഷകൻ എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ലീഗ് നിരീക്ഷകൻ എന്നാണ് പറഞ്ഞത്, ലീഗ് സഹയാത്രികൻ എന്നല്ല. ലീഗിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ ഇത് ജനാധിപത്യപരമായ ചർച്ചയുടെ വേദിയാണ്. ലീഗിനെ ക്ഷണിച്ചതാണ്, ലീഗിന് വന്ന് ആ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം. അല്ലാതെ ലീഗിന്റെ അഭിപ്രായങ്ങളല്ല അദ്ദേഹം പറഞ്ഞത്. ലീഗ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, അതിനെ പഠിക്കുന്ന ഒരു രീതിയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിൽ നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു തീരുമാനമാണ്. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.